ഒരാൾക്ക് പണ്ട് ചില ആൾക്കാരങ്ങനെ കോപം വന്നു കഴിഞ്ഞാൽ മിണ്ടൂല, മിണ്ടാതെ എവിടെങ്കിലും പോയിരിക്കും. അതാണ് ഞാനും എൻ്റെ സഹോദരിമാരോട് പറയുന്നത്. ഭർത്താവിന് കോപമുണ്ടെന്ന് മനസ്സിലായാൽ മിണ്ടാതെ പോയിരിക്കലാണ് നല്ലത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് നല്ലത്, ശരീരത്തിന് നല്ലത്. എന്താ മിണ്ടാതിരുന്നിക്കുക, അവനവൻ്റെ കാര്യം നോക്കി മിണ്ടാതെ അവിടെ കാണാം. മക്കളോട് മക്കളെ പോയി കിടന്നുറങ്ങിക്കോ, ദിക്റും ദുആ എല്ലാം പറഞ്ഞ് കിളവിയിട്ടുണ്ട്. ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കും, പാപ്പായി കിളവിയിട്ടുണ്ട്, മിണ്ടാതെ പോയിരുന്നോളാം. ശരീരം നല്ലത് മിണ്ടാതിരിക്കലാണ്. കോപമുണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കൽ നല്ലതാണ്. കാരണം പറഞ്ഞു പോകുന്ന വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. മൗനം പാലിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, നാലാമത്തെ കാര്യം, അബൂ റളിയല്ലാഹു തആല അൻഹു قال إن رسول الله صلى الله عليه وسلم قال لنا إذا غضب أحدكم وهو قائم فليجلس فإن ذهب عنه الغضب وإلا فليضطجع. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും കോപമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ലൊരു സൈക്കോളജി വശമാണ്. കോപമുണ്ടാകുന്ന സമയത്ത് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ പൊതുയോഗത്തിൽ പറയണേ, നീ ഇരിക്കുന്നവർ, അതുകൊണ്ടല്ലേ ഇരിക്ക്. എല്ലാം കൂടെ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പറയും ഇരിക്ക്. കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാകാറില്ല. നിന്ന് കഴിയുമ്പോൾ കൈ ചൂണ്ടും അല്ലേ? നിന്ന് കഴിയുമ്പോൾ ഒരു മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ചിലര് ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൈപൊക്കിയിട്ട്, നീ എന്താ കൈപൊക്കണ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിൽക്കുന്ന സമയത്താണ് നിനക്ക് കോപം വരുന്നതെങ്കിൽ നീ അവിടെ ഇരിക്കുക, അവനവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കോപം നീങ്ങിപ്പോകുന്നത് വരെ അവൻ അവിടെ ഇരിക്കട്ടെ. ഇല്ലെങ്കിലോ, നിൽക്കുന്ന മനുഷ്യന് കോപമുണ്ടായി ഇരുന്നിട്ടും പോണില്ലേ, കടന്നേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ, അവിടെ കടന്നേരെ. നീ അവിടെ കടക്കുന്നതിലൂടെ നിന്റെ കോപം ഇനി പരീക്ഷിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം നിങ്ങളൊന്ന് ഇരുന്നു നോക്ക്. ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഒന്ന് കടന്നു നോക്ക്. ആ കടന്നു നോക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേരെ മറിച്ച് കിടത്തത്തിൽ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? നിൽക്കുന്ന സമയത്താണ് കോപമുണ്ടാകുന്നതെങ്കിൽ ഇരിക്കണം. ഇരുന്നിട്ട് കോപം മാറുന്നില്ലെങ്കിൽ കടക്കണം. ഇനി കടക്കണ സമയത്താ വരുന്നെങ്കിലും, ബെഡ്റൂമിൽ ഭാര്യയുടെ കൂടെ കടക്കണ സമയത്താ ആലിളവുന്നതെങ്കിലും ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കുക. അവിടെ കടക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കടക്കുന്ന സമയത്ത് കടക്കയിലാണ് നിങ്ങൾ ആ ദേഷ്യം വരുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുക. ഇരുത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിൽക്കുമ്പോൾ കോപം വന്നാൽ ഇരിക്കണം, ഇരിക്കുന്നിട്ട് മാറുന്നില്ലെങ്കിൽ കിടക്കണം. ഇനി കിടക്കുന്ന സമയത്താണെങ്കിൽ എഴുന്നേറ്റിരിക്കണം, ഇരുന്നിട്ട് മാറണില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഇനി നിൽക്കുന്ന സ്ഥലം എന്നിട്ട് നിങ്ങളില്ല എന്നിട്ട് മാറണില്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പണ്ടുള്ളവരൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പതുക്കെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് അങ്ങ് പോയേക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിനകത്ത് വഴക്കും ബഹളവും കേൾക്കുമ്പോൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പതുക്കെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങ് പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ടും മാറണില്ലെങ്കിലോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കണേ. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. അല്ലെങ്കിൽ പടച്ചവനെ, നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇരിക്കൂ. ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഏറ്റവും എളുപ്പവഴി കോപം തണുപ്പിക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? സുലൈമാൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഇസ്തബഅ റജുലാൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹനു ഇൻദഹു ജുലൂസ് വഅഹദുഹുമാ യസുബ്ബു സാഹിബഹു. മഹാനായ സഹാബി അവിടെന്ന് പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത്
രണ്ടുപേരിരിക്കുകയാണ്. രണ്ട് വ്യക്തികൾ ഇരുന്നിട്ട് നബിയുടെ മുന്നിൽ നിന്ന് വഴക്കുകൂടുകയാ. അത് കേൾക്കാനിടയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഒരാളുടെ മുഖം ചുമക്കുകയാണ്, കടുത്ത് വണ്ണം വെക്കുകയാണ്. പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന രണ്ട് സ്വഹാബികളെ പരസ്പരം വഴക്കുകൂടി ഒരാളുടെ മുഖം ചുമക്കുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യന്റെ മുഖമെന്ന് ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലവനെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലവനെന്ന് പറയുകയാ, എനിക്കൊരു വചനമറിയാ, എനിക്കൊരു വചനമറിയാ. അത് മനുഷ്യനും പറഞ്ഞാൽ അവന്റെ കോപം ശമിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു മുന്നിലിരുന്ന് പരസ്പരം വഴക്കുകൂടി പടച്ചവനെ മുഖം പോലും ചുവന്നു പോവുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും വല്ലാത്ത ശത്രുതയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇരിക്കുന്നവരോടൊപ്പം പറയുകയാ, എനിക്കൊരു വാചകമറിയാ, എനിക്കൊരു വാചകമറിയാ. അതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കോപം അവിടെ നിന്ന് പോവുകയാ, അവന്റെ ദേഷ്യം അവിടെ നിന്ന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ വഴക്ക് കൂടിയ സ്വഹാബികൾ പോലും ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ? പഠിച്ചു വെച്ചോ സഹോദരി. അതാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ കേട്ടു. സഹികെട്ടിട്ട് കോപം വരുമ്പോ അറിയാതെ എന്തെങ്കിലും പറയുന്നതിനേക്കാളും നല്ലത് പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അടുക്കൽ കയർക്കുമ്പോ, നിന്നെ വഴക്ക് പറയുമ്പോ, നിന്നോട് ദേഷ്യപ്പെടുമ്പോ പടച്ചവനെ തിരിച്ചെന്തെങ്കിലും പറയണമെന്ന് നിനക്ക് തോന്നുമല്ലോ. ആ സമയത്ത് ആ കോപം ശമിക്കാനുള്ള, ആ കോപത്തെ ശമിപ്പിക്കുവാനുള്ള മരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. പലരും പറയുന്ന ഉസ്താദേ വല്ലാത്ത ദേഷ്യമാണ്, ഈ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യമാണ്, ഭർത്താവിന് വല്ലാത്ത ദേഷ്യമാണ്, ഭാര്യയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്, എന്റെ മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യമിരിക്കുന്നത് എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ മരുന്ന് പറഞ്ഞു തരികയാ. ഏത് കോപത്തെയും തകർക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു നന്മ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് തല്ലുകൂടിക്കൊണ്ടിരുന്ന സ്വഹാബികൾ പോലും അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? അവിടെ നിന്ന് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏത് കോപത്തെയും ശമിപ്പിക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുന്ന വാചകം എന്തെന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സ്വലാത്തു സല്ലല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ഭാര്യയും ഭർത്താവ് ഒന്ന് കിടന്ന് വഴുതു പറയുകയാണ്. ഭാര്യ ഇങ്ങനെ പടച്ചവനെ ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് കോപത്തെ ശമിപ്പിക്കാൻ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ മതി. നമ്മുടെ കോപം മാറുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇനി ദേഷ്യം വരുന്ന സമയത്ത് ഈ മരുന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 6 ഞാൻ വിശദീകരിക്കുന്നില്ല. അൻജദ് മഹാനായ അതി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, قال رسول الله صلى الله عليه وسلم إن الغضب من الشيطان وإن الشيطان خلق من نار وإنما تطفأ النار بالماء فإذا غضب أحدكم فليتوضأ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കോപം ശമിപ്പിക്കുവാനുള്ള അടുത്ത മാർഗം ഒളുവെടുക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിശാചിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. പിശാചിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. കോപം പിശാചിൽ നിന്നാണ്. പിശാചിന്റെ ഭാഗത്ത് നിന്നാണ് കോപമുണ്ടാകുന്നത്. പിശാചാകട്ടെ അവനെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായും അഗ്നിയെ വെള്ളം കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റൂ. വെള്ളം കൊണ്ടാണ് അഗ്നിയെ അണയ്ക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കോപം ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നാണ്. കോപം വരുന്ന സമയം നിങ്ങൾ വുളൂഅ് ചെയ്യുക. നിങ്ങൾ വുളൂഅ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോപം അവിടെ നിന്ന് ശമിപ്പിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങൾ അവിടെ നിന്ന് വുളൂഅ് ചെയ്യുക. ആ വുളൂഅ് ചെയ്യുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കോപം നമുക്ക് ശമിപ്പിക്കാൻ കഴിയുമെന്ന് ഹദീസ് പഠിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോപമുണ്ടായാൽ ആ കോപത്തെ എങ്ങനെയാണ് ശമിപ്പിക്കാൻ പറ്റുക എന്നുള്ള 6 കാര്യങ്ങൾ പഠിച്ചു. 1, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ക്ഷമിക്കാനുള്ള ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഗുണം, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഒന്നാമതായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം കോപമുണ്ടാകുന്ന സമയം. 3-ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക. 4, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിൽക്കുകയാണെങ്കിൽ ഇരിക്ക്, അല്ലെങ്കിൽ കിടക്ക്. 5-ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറ. 6-ാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒന്നുവെടുക്ക്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കുക. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പടച്ചവനെ നീ എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഒളുവെടുക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ നീ മറ്റുള്ള കാര്യങ്ങൾ മിണ്ടാതിരിക്കുകയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിന്റെ കോപത്തെ നീ ശമിപ്പിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത്രയും നേരം പറഞ്ഞില്ല, ക്ഷമയോടുകൂടി കേട്ടില്ലേ? പ്രതിഫലം പറയാതെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഉസ്താദ്? നിനക്ക് ഇപ്പോൾ ഉതവെടുക്കേണ്ട കാര്യം, ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്ന് ഒരെണ്ണം കൊടുത്താൽ അങ്ങ് തീരുമല്ലോ ആണല്ലോ. ഒരുത്ത നമ്മൾ എന്തെങ്കിലും പറയുന്നത് തിരിച്ച് 2 വാക്ക് പറഞ്ഞാൽ നമ്മുടെ കോപം മാറും. ഒരടി അടിച്ച് തിരിച്ചൊരെണ്ണം കൊടുത്താൽ തീരും. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ അതിന് ഓപ്പോസിറ്റായി തീർക്കലല്ല. ഈ പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിനക്ക് ചികിത്സിച്ചാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കോപത്തെ അവനെ ശമിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കോപത്തെ നിങ്ങൾ ശമിപ്പിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും അവന് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം അവിടെ നിന്ന് ലഭിക്കുകയാ. വമന കഫഅലഹു സതറല്ലാഹു ഔറതഹു വമന ഖലമഹു വലൗ ശാ.
മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരാൾ തന്റെ ദേഷ്യം അടക്കിയാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കുന്നതാ. വ്യക്തമായ ഹദീസ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ ദേഷ്യത്തെ അടക്കിയാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കുന്നതാണ്. ഒരാൾ കോപം ഒതുക്കിയാൽ അയാൾ ഉദ്ദേശിക്കുന്ന തന്റെ കോപം തീർക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. എന്നാലും അവൻ മനസ്സ് കാണിച്ചു ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അന്ത്യനാളിൽ അയാളുടെ ഹൃദയം അല്ലാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പ്രതിഫലം? എന്തേ? എല്ലാ കഴിവുണ്ട്, അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള കഴിവും പവറും എല്ലാം നിനക്കുണ്ട്. എന്നിട്ടും നീ അവിടെ നിന്ന് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ഒരാൾ തന്റെ ദേഷ്യം അടക്കി കഴിഞ്ഞാൽ അയാളുടെ നഗ്നത അല്ലാഹു മറച്ചു കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? സെക്രട്ടറിയാറ്റിനകത്ത് നടന്നിട്ടില്ലേ മുണ്ടൂരിക്കൊണ്ട് നടന്നേ ഇല്ലേ? സജിയാനോട് വെച്ചാൽ അറിയാം. ഇല്ല, പണ്ടങ്ങാണ്ട് സെക്രട്ടറിയേറ്റ് അടി നടന്നപ്പോൾ മുണ്ടൊക്കെ വലിച്ചു വലിയത് ഇല്ലേ? പറഞ്ഞ അടി ഉണ്ടായി കഴിഞ്ഞാൽ മുണ്ടുണ്ടോ? പോണ വഴി അറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിനക്ക് കോപമുണ്ടാകുമ്പോൾ ഒരാൾ തന്റെ ദേഷ്യം അടക്കി പിടിച്ചാൽ അയാളുടെ നഗ്നത അല്ലാഹു മറയ്ക്കും. ഒരാൾ തന്റെ കോപം ഒതുക്കിയാൽ അയാൾക്ക് തിരിച്ചടിക്കാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. ആരോഗ്യവും പവറും സാമ്പത്തികവും അധികാരവും സർവ്വതുമുണ്ട്. അടിച്ചവനെ വീട് കയറി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ട് നീ ക്ഷമിച്ചാൽ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന്റെ തൃപ്തി കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറച്ചു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഭാഗ്യവാന്മാർ. അള്ളാന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സഹോദര? അതിനു വേണ്ടിയല്ലേ ഈ ചെയ്യണത് മൊത്തവും? അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? അയൽവാസി എന്തെങ്കിലും ചെയ്താൽ ചെയ്യട്ടെ. അയൽവാസി എന്തെങ്കിലും പറഞ്ഞ ഇത്തിരി ഇലയിടുകയോ, അല്ലാഹു റബ്ബി പടച്ചോനെ ഒന്ന് അരിച്ചു വയ്ക്കേ. ഞാൻ ഇന്നലെ ഒരു ഇന്നലെ വീട്ടിൽ പോയപ്പോൾ പറയാ, പടച്ചോനെ മുട്ടയുടെ നാറ്റ ഉസ്താദ് വൈകുന്നേരമായി കഴിഞ്ഞാൽ മുട്ടയെടുത്ത് അങ്ങോട്ടിടൽ, മുട്ടയെടുത്ത് ഇങ്ങോട്ടിടൽ, വീടിന്റെ മൂലയിലേക്ക് എന്താ തകിട്, എന്തൊക്കെയായില്ലേ അടിബഹളം. പടച്ചോനെ അവസാനം ഒരു മരം അങ്ങോട്ട് ചാരി നിന്നു, അതിന്റെ പേരിൽ കേസ് കൊടുത്തു. ഇപ്പൊ റോഡിൽ ഒരു മരം നിൽക്കുന്നു, അതിനും കേസ്. എന്താ അടിയും പഴക്കം അയൽവാസികൾ തമ്മിൽ. ഒന്ന് വിട്ടുവീഴ്ച ആരും ചെയ്യണില്ല. അള്ളാന്റെ ദീൻ പറഞ്ഞെന്തെന്നറിയോ? അയൽവാസിയുടെ വീട്ടിലേക്ക് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റോ എന്തെങ്കിലും ഒരു സൗകര്യത്തിന് തടസ്സമായി കഴിഞ്ഞാൽ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികൾ തമ്മിൽ എന്തേ നീ ഒന്ന് താന്നു കൊടുത്തെന്ന് പറഞ്ഞ് എന്ത് കിട്ടാനാ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്ന് താന്നു കൊടുക്കുന്നതിലൂടെ അള്ളാന്റെ തൃപ്തി നിനക്ക് ലഭിക്കില്ലേ? നിന്റെ ഹൃദയം മുഴുവനും അള്ളാഹു തൃപ്തി കൊണ്ട് നാളെ പരലോകത്ത് വെച്ച് നിനക്ക് നിറച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രതികരിക്കാൻ എളുപ്പ സഹോദര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴാ ഒരാൾ വന്ന് നിന്നിട്ട് അബൂബക്കർ തങ്ങളെ അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അബൂബക്കർ തങ്ങളെ വല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മിണ്ടാതിരിക്കാൻ, മുത്തുനബി ഓം വന്ന് ചീത്ത വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അബൂബക്കർ തങ്ങളിങ്ങനെ നബിയെ നോക്കി. സഹി കെട്ടപ്പോഴത്തേക്ക് അബൂബക്കർ തങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി എന്നിട്ട് തിരിച്ചു പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോക്ക്. ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അബൂബക്കർ തങ്ങൾ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച നബിയെ? ഓൻ എന്നെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരുന്ന് ചിരിച്ചോണ്ട് എഴുന്നേറ്റ് പോയതല്ലേ? അപ്പൊ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മിണ്ടാതിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഓൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എപ്പം മറുപടി പറയാൻ തുടങ്ങി അള്ളാഹു മലക്കുകളെ തിരിച്ചു വിളിച്ചു. അതുകൊണ്ടിട്ട് ഞാൻ ചിരിച്ചതാ. മിണ്ടാതിരുന്നാ മതി, കുറെ കുരച്ചിട്ടങ്ങ് പൊക്കോളും, കുറെ കിടന്ന് വഴുത പറഞ്ഞിട്ടങ്ങ് പൊക്കോളും. അതാണ് പലരും മിണ്ടാതിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കും. ആഖിറത്തിൽ വെച്ച്, ആരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് വെച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ ഉമ്മയുടെ കുത്തുവാക്ക് കേൾക്കുന്ന സഹോദരിമാരുണ്ട്. ഭർത്താവിന്റെ സഹോദരിമാരുടെ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കുന്ന സഹോദരിമാരുണ്ട്. അമ്മായിയമ്മമാരുടെ വഴുത് കേൾക്കണ എത്ര താത്താമാരുണ്ട്. പടച്ചവനെ സഹിക്കാൻ പറ്റുമോ? അമ്മായിയമ്മമാര് അടുത്ത് സഹോദരി വിളിച്ചിട്ട്, ഉസ്താദ് അമ്മായിയമ്മമാരെ കുറിച്ച് ഒരു ദിവസം വഴുത് പറയണേ, അമ്മായിയമ്മമാരെ കുറിച്ചൊന്ന് വഴുത് പറയണേന്ന്. പഠിച്ചവനെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
ഇതിനെ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് നമ്മൾ അടി വാങ്ങാം. തമാശക്ക് എപ്പോഴും നമുക്കറിയുന്ന ഒരു ഉസ്താദിൻ്റെ അടുക്ക വന്നിട്ട് ഒരു പെണ്ണ് എപ്പോഴും അമ്മായിയമ്മയെ കുറിച്ച് ഇങ്ങനെ പരാതി. അപ്പൊ ചോദിച്ചു, എന്ത് ഈ ഉസ്താദെ ഇത്തിരി എരി വിഷം പിടിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലേ, എന്ത് ചെയ്യാം, തമാശ തീരുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പറയുന്നവർ, എന്താ ദ്രോഹിക്കുന്നവർ, ഒരു പാവം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഒരു മനസാക്ഷിയില്ലാത്ത ചില സാധനങ്ങൾ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഒന്ന് അള്ളാഹിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സ്നേഹവും ലഭിക്കും. രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദാ യുബാഇദുനി മിൻ ഗളബില്ലാഹി അസ്സ വജൽ ഖാല ലാ തഗ്ളബ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉന്നതനും പ്രതാപനുമായ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിന്നെ അത് അകറ്റി നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏ മനുഷ്യ, ഏ പെങ്ങള്, ഏ ചെറുപ്പക്കാരാ, നമ്മൾ ക്ഷമിക്കാൻ മനസ്സ് കാണിച്ചാൽ, നമ്മളെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാ. പടച്ചവനെ, എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. അല്ലാഹു കോപിച്ചു കഴിഞ്ഞ റബ്ബേ ഖസ്റ ദുനിയാ വൽ-ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞ 6 വഴികൾ പറഞ്ഞു തന്നു. ഈ 6 വഴിയിലൂടെ പടച്ചവനെ കോപമുണ്ടാകുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുകയാണ്. 2, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാ. 3-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 3-ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, അല്ലാഹുവേ സദഖ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, വഅദ് പറയുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല. പിന്നെ ആരുടെ പ്രതിഫലമാ? ദേഷ്യമുണ്ടാകുമ്പോൾ, കോപമുണ്ടാകുമ്പോൾ അതിന് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, വിട്ടുവീഴ്ച ചെയ്യുന്നവനുണ്ടല്ലോ, പ്രവാചകൻ പറഞ്ഞ വഴിയിലൂടെ അതിനെ ചികിത്സിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന 3-ാമത്തെ പ്രതിഫലം എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ജുർഅത്തിൻ അഅലമു അജ്റൻ ഇൻദല്ലാഹ് മിൻ ജുർഅതി ഗൈലിക മിൻ ഗൈലി. മഹാനായ അതാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവൻ അല്ലാഹു മഹത്തായ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു അടിമ അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചു അവന്റെ കോപത്തെ പിടിച്ചു നിർത്തിയ അല്ലാഹു അവന് നന്മ കൊടുക്കുകയാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ്, അവൻ ഊഹിക്കാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാ. 4-ാമത്തെ കാര്യമുണ്ട്, കോപം വരുന്ന സമയത്ത് ക്ഷമിച്ചാൽ. പഠിക്കു വാപ്പമാര്, മാതാപിതാക്കള് പഠിക്ക്, ഭാര്യമാര് പഠിക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന 4-ാമത്തെ പ്രതിഫലം എന്താ? വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ السماوات والأرض أعدت للمتقين
الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ശമിക്കുന്നവരെ കോപത്തെ പിടിച്ചു നിർത്തുന്നവരെ അക്രമം നടത്താതെ ക്ഷമയോടുകൂടി കഴിയുന്നവരെ അല്ലാഹു പറയുകയാണ് വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ പ്രതിഫലം എന്താ? ഒരു കണ്ണും കാണാത്ത, പടച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവേ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കിട്ടാൻ പടച്ചവനെ ഇതൊരു കാരണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവര്, ഒന്നുകൊടുക്കുന്നവര്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നവര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമാ, അല്ലാഹുവിന്റെ സ്വർഗമാ. പരലോകത്ത് വെച്ച് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗമല്ലേ? അതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് തുടർന്ന് ഇങ്ങനെ പറയുകയാണ്, വല്ലദീന യജ്തനിബൂനൽ ഖബായിറൽ ഇസ്മ വൽ ഫവാഹിശ വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ. മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാൽ പൊറുക്കുന്നവരുമായിട്ടുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്നത് സ്വർഗമാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ നബി റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിലൂനൽ ജന്ന. فقال النبي صلى الله عليه وسلم لا تغلب ولك الجنة. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മഹാനായ അബൂ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സന്മാർഗം പറഞ്ഞു തരുമോ നബിയേ? എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണം നബിയേ, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് കടക്കണം നബിയേ, അതിനുള്ള ഒരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? ലാ തഗ്ലബ്, നീ കോപിക്കരുത്, നീ കോപിക്കരുത്, നീ കോപിക്കരുത്, വലകിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി ചോദിച്ചു, നബിയെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോപിക്കാതിരിക്ക്, നീ കോപിക്കരുത്, നീ ക്ഷമിക്ക്, നിനക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ പ്രതിഫലം 6 ഉണ്ട്, 2 കൂടെ പറഞ്ഞു പിരിയാം. 6 വഴികളല്ലേ പറഞ്ഞു തന്നെ, 6 വഴികൾ പറഞ്ഞു തന്നു. ഇൻഷാ അല്ലാഹ് 6 പ്രതിഫലവും പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. 11 മണിക്ക് നിർത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും അടുത്തെന്ന് തോന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വെള്ളിയാഴ്ച ഒഴിവുള്ളത്. ഞാനിപ്പോൾ ഡേറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആകെ ഒഴിവുള്ളത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച കൂടെ പഴത്തിന് പോകണേ നല്ലത്. കാരണം വെള്ളിയാഴ്ച 2 പഴതാണ്, ഉച്ചയ്ക്ക് ജുമാ പ്രസംഗം, വൈകിട്ട് പ്രസംഗം.
സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇനിയിപ്പോൾ ആകെ വ്യാഴവും വെള്ളിയും മാത്രമാണ് ഒഴിവിട്ടിരിക്കുന്നത്, വീട്ടിൽ വരാൻ വേണ്ടി ഒഴിവിട്ടിരിക്കുന്ന ദിവസമാണ്. ഇനിയിപ്പോൾ വ്യാഴവും വെള്ളിയും വലുതായി തുടങ്ങി. എല്ലാ ദിവസവും ഈ ശബ്ദം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ കാര്യമായിരിക്കും. ഇപ്പോൾ നാളെ രാവിലെ ലക്ഷദ്വീപ്, നാളെ മറ്റന്നാൾ ലക്ഷദ്വീപ്, മറ്റന്നാൾ നേരെ ഇവിടെ കരുനാഗപ്പള്ളിയിൽ എവിടെയേണ്ട പരിപാടി, പിന്നെ ഒയ്യൂര് പരിപാടി. അൽഹംദുലില്ലാ വെള്ളിയാഴ്ച മുതൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പരിപാടിയാണ്. അൽഹംദുലില്ലാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാൻ്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ നാവ് കൊണ്ട് ഒരുപാട് പാപം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തന്ന ഈ നാവ് കൊണ്ട് 33 വർഷക്കാലം ഒരുപാട് പാപം, പറയാൻ പാടില്ലാത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ ഇപ്പം എനിക്ക് നന്മ പറയാൻ അവസരം തന്നിരിക്കുക. ഒരുപാട് പാപം പറഞ്ഞ നാവ് കൊണ്ട് നന്മ പറയാൻ അൽഹംദുലില്ലാ എത്ര പേര് അൽഹംദുലില്ലാ എന്തൊക്കെ മാറ്റുന്നു. അള്ളാൻ്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് വഴുതു പറഞ്ഞാലും ഖുർആനെ കുറിച്ച് പറയും. എത്ര മക്കൾ ഹാഫിളീങ്ങളാണ്. ഞാൻ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഷൊർണൂർ പോകുന്നൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയി. ഇങ്ങനെ പരിപാടിക്ക് പോയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ, മഴയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ വയല്. എന്നവിടെ പോയപ്പോൾ വയല് കിടക്കണ മജ്‌ലിസിൽ വെച്ചിട്ടൊരു കുട്ടിയെ, ഒരു ഹിഫ്ള് പഠിച്ച ഖുർആൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു. എരുമപ്പെട്ടി ഖുർആൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു. അപ്പം ആദരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി എവിടെ പഠിക്കണേ? അപ്പം പുറത്താണ് പഠിക്കണത്, ആ നാട്ടിൽ കോളേജില്ല. ആ നാട്ടുകാരൻ പുറത്തുള്ള ഏതൊരു കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരെണ്ണം തുടങ്ങിക്കൂടെ? നിങ്ങളുടെ നാട്ടിൽ തന്നെ തുടങ്ങിക്കൂടെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്നത്തെ വഅദിൻ്റെ സദസ്സിൽ വെച്ച് ഒരാൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സ്ഥലം ഞാൻ തരാം. അലിഹാജി അൽഹംദുലില്ലാ ഏകദേശം 80 ലക്ഷം രൂപയോളം വില വരുന്ന വസ്തു അദ്ദേഹം കൊടുത്തു. കുറച്ചേ ഉള്ളൂ, ടൗണിൽ തന്നെ. അൽഹംദുലില്ലാ അലി എന്ന് പറയുന്നൊരു സഹോദരൻ താഴത്തെ ഒരു ഫ്ലോർ പണിത് കൊടുക്കാമെന്ന് നിയത്തി ചെയ്തു. അങ്ങനെ ഒരുപാട് പേര് ഓഫർ ചെയ്തു. പക്ഷെ 2 വർഷം കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അൽഹംദുലില്ലാ കോളേജിൻ്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇക്ക ചോദിച്ചു, എപ്പോഴാണ് ഉസ്താദെ ഞാൻ പൈസ തരണ്ടേ? 50 ലക്ഷം രൂപ ഞാൻ എപ്പോഴാണ് തരണ്ടേ? ഉസ്താദ് പറ, നാളെ വേണോ പണി തുടങ്ങാൻ? അതൊരു മനസ്സതാ. എപ്പോഴാണ് തുടങ്ങേണ്ടത് ഉസ്താദ് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നാളെയെങ്കിൽ നാളെ ഞാൻ തന്നേക്കാം. എൻ്റെ ബാധ്യത താഴത്തെ ഒരു ഫ്ലോർ പണി. നിങ്ങളിതാ മനസ്സതാ. അൽഹംദുലില്ലാ അള്ളാഹു ആ സ്ഥാപനത്തിൻ്റെ പണി അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒരു കാരണം, ചുമ്മാതെ പറഞ്ഞൊരു വാക്ക്, വെറുതെ പറഞ്ഞൊരു വാക്ക്. അൽഹംദുലില്ലാ അപ്പം നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെ ഉള്ളൂ. അള്ളാഹു നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആഖിറം രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഇല്ല എന്നല്ല, നമുക്ക് സമയമുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടണം. എല്ലാവരും ആഗ്രഹിക്കുമ്പോഴേ മുറ്റത്തെ മുല്ലയ്ക്ക് എപ്പോഴും ആകുമ്പോൾ അതിനൊരു വിലയില്ലല്ലോ. എപ്പോഴും ആകുമ്പോൾ അതിൻ്റേതായ സ്ഥാനങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മജ്‌ലിസ് നല്ല രീതിയിൽ നടത്തുമ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാ ദിവസവും ലൈവാണ്. എത്ര ലൈവെന്നറിയോ? സുബഹി കഴിഞ്ഞ് ലൈവുണ്ട്, ളുഹർ കഴിഞ്ഞുണ്ട്, അസർ കഴിഞ്ഞുണ്ട്, മഗ്രിബ് കഴിഞ്ഞുണ്ട്, ഇശാ കഴിഞ്ഞു, എല്ലാം ലൈവ് തന്നെ. അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നന്മയ്ക്ക് കൂട്ടി നിൽക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഅത്ത് കമ്മിറ്റിയൊക്കെ നമ്മൾ എത്ര കോടിക്കണക്കിന് സ്വലാത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദുആ ചെയ്തു. പക്ഷെ നമ്മുടെ ഈ പള്ളിയിൽ സ്വലാത്ത് നടക്കുന്നുണ്ടെന്ന് ആലോചിക്കും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും, മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഇതേപോലെ ഉള്ളവർ കൂടിയാൽ പോരെ. ഉള്ളവർ ഇതുപോലെ കൂടിയിട്ട് അൽഹംദുലില്ലാ ഒരു 100 സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാ നമ്മുടെ ആഖിറം രക്ഷപ്പെടും. പറയേണ്ടവൻ പുറത്തുനിന്ന് പറയും, പറയേണ്ട ആൾ പുറത്തുനിന്ന് പറയും. ഇൻഷാ അല്ലാഹ് 10 പേരാ കൂടുന്നതെങ്കിലും ആ 10 പേര് അൽഹംദുലില്ലാ ആരും ഉമ്മാടെ വയറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയിട്ടില്ല. ഹാജി ഓടിയിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാ നമ്മൾ പതുക്കെ തുടങ്ങിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് മജ്‌ലിസ് തുടങ്ങണം. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടൊരു 100 സ്വലാത്ത് അൽഹംദുലില്ലാ നമുക്ക് പറയാൻ കഴിഞ്ഞു. 100 ഇല്ലെങ്കിലും ഒരു 10 എണ്ണം പറയാൻ കഴിഞ്ഞാൽ, അത് മുത്തുനബിയുടെ റൗളയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ശഫാഅത്ത് കിട്ടൂലേ? അവിടുത്തെ പൊരുത്തം കിട്ടൂലേ? അവിടുത്തെ സ്നേഹം കിട്ടൂലേ? അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് സഫർ മാസം തുടങ്ങിയില്ലേ? സഫർ മാസം, സഫറിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച സഫർ, റബീഉൽ ആഖിർ തുടങ്ങി. എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് വെള്ളിയാഴ്ച രാത്രി ഇതുപോലെ ഇരുന്ന് കുറച്ച് ഇസ്തിഗ്ഫാറും പറഞ്ഞ് സ്വലാത്തും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അൽഹംദുലില്ലാ നമുക്കൊരു ഐശ്വര്യമാകും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അല്ലേ? ഇൻഷാ അല്ലാഹ് മാത്രമേ കാണത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ പ്രതിഫലം നിർത്താം. അന്ന സഹൽ ഇബ്നു മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അയ്യുൻഫിദഹു ദആഉല്ലാഹ് അലാ റൂസിൽ ഖലായികി യൗമൽ ഖിയാമ ഹത്താ യുഖയ്യിറഹു ഫീ അയ്യുൽ ഹൂരി ശാ. എല്ലാവരും കേട്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോൾ ക്ഷമിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള പ്രതിഫലം. ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോൾ പറയടോ, നമ്മുടെ ആമിനയൊക്കെ കടന്ന്, നമ്മുടെ ആമിനായും സുമയ്യായൊക്കെ കടന്ന് ചാടുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ആ ക്ഷമിക്കുന്നതിന് അള്ളാഹു തരുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പെണ്ണുങ്ങളും കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഴിവും സ്വാധീനവും ഉണ്ടായിട്ട് ആരാണോ തൻ്റെ കോപം ഒതുക്കി വച്ചിരിക്കുന്നത് അവന് അവസാന നാളിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും. ക്ഷമിക്ക് എല്ലാം ഉണ്ടായിട്ടും പ്രതികരിക്കുവാനും എല്ലാത്തിനും കഴിവുണ്ടായിട്ടും ക്ഷമിച്ച മനുഷ്യനെ നാളെ പരലോകത്ത് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് അല്ലാഹു വിളിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിൽ ജീവിക്കുമ്പോൾ പാവപ്പെട്ട ഭാര്യ ഓളെന്ത് പറഞ്ഞാലും തിരിച്ച് മിണ്ടരുതെന്ന് പറയാനുള്ള കഴിവ് നമുക്കുണ്ട്, അവിടെ ഇരുത്താനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നിട്ട് ഓള് പാവല്ലേ, പറഞ്ഞോട്ടെ, എന്നോടല്ലേ പറയാൻ പറ്റൂ, ചാടിക്കോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ, നമുക്ക് കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് വിളിക്കും, ഇനി വാ മോനെ, നീങ്ങി വാ, അടുത്തു വാ. അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയും, ഈ സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഇഷ്ടമുള്ളതിനെ പിടിച്ചോ. എത്ര എണ്ണത്തിന് നാസറിനെ പറയുമല്ല, ക്ഷമിക്കണം കേട്ടോ, ഇത്തിരി ചാട്ടം കൂടുതലാട്ടോ, അക്കാടെടുത്ത് കിടന്ന് എപ്പോഴും ബഹളവാ. ആ ശരി, ഷാജനൊക്കെ ക്ഷമ വേണം, എപ്പോഴും ചാട്ടം കുറയ്ക്കണം കേട്ടോ. അപ്പൊ ക്ഷമിച്ചാ കിട്ടുന്ന പ്രതിഫലം. ഭാഷയ്ക്ക് പിന്നെ കുഴപ്പമില്ല, മെമ്പർ ആയതുകൊണ്ട് പിന്നെ വലിയ ബഹളമൊന്നും ഇല്ല, ഒരു പരിവായിരിക്കുന്നുണ്ട്. അപ്പൊ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നാസറിന് കുഴപ്പമില്ലല്ലോ, ഫ്രൂട്ട്സ് കടയെല്ലാം കഴിഞ്ഞ് ഷാജി അണ്ണൻ പിന്നെ വയറിങ്ങൊക്കെ കഴിഞ്ഞ് രാത്രി പോകുമ്പോ എന്താ പറയാ, ഖജാഞ്ചി പിന്നെ കുഴപ്പമില്ല, ഖജാഞ്ചിക്ക് പിന്നെ യാതൊരു കുഴപ്പമില്ല, പാപം കടിച്ചാൽ വായിൽ കൈയിട്ടാലും കടിക്കില്ല. സജിയണ്ണൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, കടയൊക്കെ നോക്കി ആക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജിക്ക് പിന്നെ അങ്ങോട്ട് പള്ളിയിലല്ലേ എപ്പോഴും, കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇഷ്ടമുള്ളതിനെ പിടിച്ചോ. ഇഷ്ടമുള്ള ഹൂറിലീങ്ങൾ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നീ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം അല്ലാഹു നൽകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. വഅദ് കേൾക്കണ ഭാര്യ പറയും, നിങ്ങൾ അങ്ങനെ സൂഹിക്കണ്ടെന്ന്. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഭാര്യമാര് പറയും, അങ്ങനെ നിങ്ങൾ സൂഹിക്കണം, ഇങ്ങനെ ഉണ്ടായിരിക്കണം, എൻ്റെ കൂടെ എന്നെ ഇല്ലാതെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാനാ ഞാൻ ചോദിക്കും. നമ്മുടെ ഭാര്യമാര് തന്നെ സ്വർഗത്തിൽ നമുക്ക് ഭാര്യമാരായിട്ട് കിട്ടും. നമ്മുടെ ഭാര്യമാരെ തന്നെ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 6 കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചാൽ അതിന് കിട്ടുന്ന 6ാമത്തെ പ്രതിഫലം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാചിനെ തോൽപ്പിക്കുവാനും അവനെ പരാജയപ്പെടുത്തുവാനുമുള്ള ഒരു സമയം, ഒരു സാഹചര്യം അല്ലാഹു നിനക്ക് നൽകുകയാ. 6ാമത്തെ പ്രതിഫലം, പിശാചിനെ തോൽപ്പിക്കുവാനും അവനെ അതിജീവിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയും. അതിനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. ശൈത്താനെ തോൽപ്പിക്കാൻ പറ്റും, ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഉഖബത്ത് ഇബ്നു ഖയ്യിം മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, പിശാച് അടിമയുടെ മേലും 3 വാതിലുകളിലൂടെ പ്രവേശിക്കും. മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, പിശാചും ഒരു അടിമയുടെ മേലും 3 വാതിലിലൂടെയാണ് പ്രവേശിക്കുക. 1 പഠിച്ചു വെച്ചോ, ശൈത്താൻ കയറുന്ന എപ്പോഴാണ്? ശൈത്താൻ കയറി കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാകാകട്ടെ.
കണ്ടിട്ടില്ലേ? ചെയ്താൻ കയറി കഴിഞ്ഞാൽ 1 മിനിറ്റ് ഇരിക്കാൻ വിടുവോ? കൂട്ടുവായോടെ പടച്ചവനെ ഓടിക്കും. ഓടറ ചാടിക്ക. ഖുർആൻ ഓന്നിടത്തിരിക്കൂല, നിസ്കരിക്കാൻ ഇരുത്തൂല, ഒന്നിനും ഇരുത്തൂല, ചാടിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇബ്ലീസിന് നമ്മളിലേക്ക് കയറാൻ കഴിയുന്ന 3 വാതിലുകൾ. 1, അശ്രദ്ധമായിരിക്കുക. നിസ്സാരം അല്ലേ? ഓരോന്നും പറയുമ്പോഴാണ്. അല്ലാഹു കാക്കട്ടെ. അശ്രദ്ധമായിരിക്കുന്ന സമയം അല്ലേ? ഒരു നിസ്സാരമായി കാണുക. ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവനെ ഇവിടെ അറിയില്ലേ, പള്ളിപ്പറമ്പിൽ പോയാൽ എന്താ, വൈകിട്ട് വെളിയിൽ ഇറങ്ങിയാൽ എന്താ, അങ്ങോട്ട് പോയാൽ എന്താ, ഇങ്ങോട്ട് ഒന്നുമില്ല. അശ്രദ്ധമായിരിക്കുക. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല. പള്ളിക്കാട്ടി രാത്രി പോവാവോ? പോവോ? ഇല്ല, ഞാൻ പോകും. എന്താണ് ഒന്ന് പോയിട്ട് ഇറങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഇബ്ലീസിന് കയറാൻ എളുപ്പമാണ്. 2, മോഹമുണ്ടാകുന്ന സമയം. അപ്പോഴും ഇബ്ലീസിന് കയറാൻ നല്ലതല്ല. രാത്രി പോലല്ലേ മോഹം അധികമായിട്ടുണ്ടാകുമ്പോൾ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോപമുണ്ടാകുന്ന സമയം. ഈ 3 സമയങ്ങളിലാണ് ഇബ്ലീസ് നമ്മളിലേക്ക് കയറുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ കോപം അടക്കുന്നവർക്ക് പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും, അവനെ കീഴ്പ്പെടുത്താൻ കഴിയും. അനസ് റളിയല്ലാഹു തആല അൻഹു قال ان النبي صلى الله عليه وسلم مر بقوم. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിനരികിലൂടെ നടന്നു പോവുകയാ. മല്ലയുദ്ധം നടത്തുക. ഗുസ്തിയൊക്കെ നടത്തൂലേ? ഇല്ലടാ, റെസ്ലിംഗ് ഇല്ലേ? എല്ലാം റെസ്ലിംഗിന്റെ ആൾക്കാരാ മൊത്തം. അപ്പൊ ഇങ്ങനെ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിനരികിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത് എന്താണ് ഈ നടക്കുന്ന പരിപാടി, എന്താ? അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ ഗുസ്തിക്കാരനായ ഒരു വ്യക്തിയെയാണ്, അയാളോട് ഒരാൾ എതിരിടുകയാണ്. അതിങ്ങനെ ഗുസ്തി ഇങ്ങനെ അങ്ങോട്ടും മൽപ്പിടുത്തം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയാളെക്കാൾ അതിശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഈ കാണുന്ന ബോഡിയും ആരോഗ്യവുമുള്ള ഇവനൊന്നുമല്ല, ഇവനെക്കാളും വലിയ ശക്തിയുള്ള ഒരുത്തനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചു, എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ തന്റെ കോപം ഒതുക്കുകയും അങ്ങനെ അയാളെ തന്റെ കോപത്തിൽ തോൽപ്പിച്ചു. തന്റെ എങ്കിൽ താൻ പിശാചിനെ തോൽപ്പിച്ചു, തന്റെ കൂട്ടുകാരന് പിശാചിനെ തോൽപ്പിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നതിലൂടെ അവൻ ഇബ്ലീസിനെ പരാജയപ്പെടുത്തി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവൻ പിഴപ്പിക്കാൻ നമ്മുടെ മുന്നിൽ വരും. നമ്മുടെ ഈമാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ വരും. ആ സമയത്ത് അവൻ്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 പ്രതിഫലമാണ് ക്ഷമിക്കുന്നവനുള്ളത്. 1, അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കും. 2, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും. 3, അള്ളാഹു അവന് മഹത്തായ പ്രതിഫലം കൊടുക്കും. 4, അവന് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകും. 5, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരലോകത്ത് വെച്ച് അള്ളാഹു അവനെ പ്രത്യേകമായി വിളിച്ച് സ്വർഗീയ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കും. 6, പിശാചിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ